പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 47-ാം ബൂത്തിൽ മണലാഞ്ചേരിയിൽ ഒരു വോട്ടർ പട്ടികയിൽ ഒരു വോട്ടർക്ക് തന്നെ 3 വോട്ടുകൾ രേഖപ്പെടുത്തിയ സംഭവം ഇന്ന് രാവിലെയാണ് റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പ്രതികരിക്കുകയാണ്. കൃഷ്ണകുമാർ, ഒരു വോട്ടർ പട്ടികയിൽ ഒരു വോട്ടർക്ക് തന്നെ 3 വോട്ടുകൾ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇതൊരു ഗുരുതര വീഴ്ചയല്ല? ഇത് ഒറ്റ കാര്യമല്ല. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും പരാതി കൊടുത്തിരിക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള 3,26,151 വോട്ടുകളുണ്ട്. ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൽ തന്നെ 50,000-ൽ കൂടുതൽ ഇത്തരത്തിലുള്ള വോട്ടർമാരുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യാജമായിട്ട് വളരെ ബോധപൂർവം ആസൂത്രിതമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് വെച്ചിട്ടുള്ള ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഭരണകക്ഷിയുടെ പിന്തുണയില്ലാതെ ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. BLOമാർ, അതുപോലെ തന്നെ ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. ഒരേ ആൾക്ക് 3 ഐഡൻറ്റി കാർഡാണ്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 1-ൽ കൂടുതൽ ഐഡൻറ്റി കാർഡുകൾ വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരേ ആളുകളുടെ പേരിൽ 3 ഐഡൻറ്റി കാർഡ് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകൾ പതിച്ച് ഐഡൻറ്റി കാർഡുകൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ നിരവധി തവണ വോട്ട് ചെയ്യാൻ കഴിയും. കാരണം അയാളുടെ ഇത് മഷി മായ്ച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പുതിയ ഐഡൻറ്റി കാർഡ് വെച്ച് അവിടെ പോയി വോട്ട് ചെയ്യാൻ പറ്റും. അതേ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. കാരണം അയാൾ രാവിലെ വോട്ട് ചെയ്യുന്നു, വൈകിട്ട് വേറെ ഐഡൻറ്റി കാർഡ് പുതിയ ഐഡൻറ്റി കാർഡായിട്ട് വരുന്നു, അവിടെ വോട്ട് ചെയ്യാൻ പറ്റും. പോളിംഗ് ഓഫീസർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അയാളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട്, അയാൾക്ക് ആ വോട്ടർ പട്ടികയിൽ പറയുന്ന ഐഡൻറ്റി കാർഡ് നമ്പർ പ്രകാരമുള്ള ഐഡൻറ്റി കാർഡും കയ്യിലുണ്ട്. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണം. ഈ വ്യാജ വോട്ടുകൾ ഞങ്ങൾ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വർക്ക് ഏറ്റവും ലളിതമാക്കി കൊടുത്തിട്ടുണ്ട്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇരട്ടി വോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുള്ള വോട്ടർ ലിസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കണം. ഇത്തരത്തിലുള്ള വോട്ടർമാർ വരുന്ന സമയത്ത് അവരോട് മറ്റു ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടില്ല, അവരുടെ പേരുള്ള മറ്റു ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള NOC ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷന് തടയാൻ കഴിയും. അതിലിപ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്താൻ. ഇനി എന്തൊരു നടപടി സ്വീകരിച്ചാലാണ് ഇത്തരത്തിലുള്ള ഈ കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ നിയന്ത്രിക്കാൻ സാധിക്കുക? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ അവസാന നിമിഷം ചെയ്യാൻ പറ്റുന്നത് പോളിംഗ് ഓഫീസർമാരുടെ കൊടുക്കുന്ന വോട്ടർ പട്ടികയിൽ ഈ ഡബിൾ വോട്ടുള്ള ഇരട്ടി വോട്ടുള്ള ആളുകളുടെ പേര് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ പേര് വേറെ ബൂത്തിൽ ഓൾറെഡി ഉണ്ട്, അവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ പോളിംഗ് ഓഫീസറുടെ നിന്ന് NOC വാങ്ങി വരാൻ ആവശ്യപ്പെടാം. അത്തരത്തിൽ ഈ ഡബിൾ വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് ഇവർക്ക് തടയാൻ സാധിക്കും. അത് പാലക്കാട് മാത്രമാണ് ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും? കേരളത്തിലുണ്ട്. ആറ്റിങ്ങലിൽ ഓൾറെഡി കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ചുള്ള പരാതി വന്നു. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 30-35 ലക്ഷം ഇത്തരത്തിലുള്ള വോട്ടർമാരുണ്ടെന്നാണ് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇരട്ടി വോട്ടുകളാണ് കേരളത്തിൽ വ്യാജമായിട്ട് കയറ്റിയിട്ടുള്ളത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, നടപടി വേണം. ഞങ്ങൾ ഓൾറെഡി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞു. ഞങ്ങൾ കോടതിയിൽ നിന്ന് റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവും. ഞങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടിയിട്ട് വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്തിട്ടാണ് കോടതിയുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കോടതി പരിഗണിക്കും. അതിനനുസരിച്ചുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വോട്ടുകൾ അധികമായി ചേർക്കുന്നതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പാലക്കാട്ടെ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.